ഹായ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഒരു പോർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബ്ജക്റ്റ് ഓക്കെ. വൈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ രസകരമായിരിക്കും. ഓക്കെ. സോ എന്തുകൊണ്ട് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അൽഗോരിതംസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ഇതിന്റെ എല്ലാം ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ. ഇറ്റ് പ്ലേയിങ് എ ക്രൂഷ്യൽ റോൾ, എ ക്രിട്ടിക്കൽ റോൾ ഇൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ. ഈ ലോജിക്, സെറ്റ് തിയറി, ഗ്രാഫ് തിയറി, അൽഗോരിതം, ഈ ടോപ്പിക്കിനെല്ലാം ഇൻവോൾവ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ അൽഗോരിതം, ഡാറ്റ സ്ട്രക്ചർ, ഡിസിഷൻ മേക്കിംഗ്, ഇതിന്റെ എല്ലാം ഒരു ബേസ് സ്ട്രക്ചർ ആണ്. ഓക്കെ. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതൊരു ക്വിക്ക് റിവിഷൻ പോലെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. ഫസ്റ്റ് എന്താണ് സെറ്റ്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതായത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ. വേഗ് ആയിരിക്കാൻ പാടില്ല. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ. സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ. ഇതെന്താണ്? ഇതൊരു സെറ്റാണോ? ഓക്കെ. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ. ഇത് വെൽ ഡിഫൈൻഡ് ആണല്ലോ. ഈവൻ ആണ്, നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ. വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം 2, 4, 6, 8. ഇതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആണ്. അതായത് ഇത് നാച്ചുറൽ നമ്പറിൽ കണ്ടിന്യൂ ചെയ്തു പോകും. സോ നമ്മൾ ഈ ഡോട്ട് വെച്ചിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? ഇതൊരു വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് ഇതൊരു സെറ്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എ ലിസ്റ്റ് ഓഫ് ബെസ്റ്റ് 2 ആക്ടേഴ്സ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ഓക്കെ. മലയാളം ഇൻഡസ്ട്രിയിലുള്ള ബെസ്റ്റ് 2 ആക്ടേഴ്സ്, അത് വെൽ ഡിഫൈൻഡ് ആണോ? അല്ല. കാരണം ഓരോ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. ഓക്കെ. നമ്മൾ പറയുന്ന ഒരാളായിരിക്കില്ല വേറൊരാൾ പറയുന്ന രണ്ടാൾക്കാർ. ഒരാള് മമ്മൂട്ടി പറഞ്ഞാൽ അടുത്ത ആള് മോഹൻലാൽ പറയും, അടുത്ത ആള് ഫഹദ് ഫാസിൽ പറയും. സോ ഇറ്റ് ഗോസ് ഓൺ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലർ മുരളീനെ പറയും, ചിലർ ഗോപി പറയും. സോ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഓരോ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനനുസരിച്ച് ഈ ലിസ്റ്റ് വേറെ വേറെ ആകാം. സോ ഇറ്റ്സ് നോട്ട് വെൽ ഡിഫൈൻഡ്. വെൽ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് ഇതെന്തല്ല, ഇതൊരു സെറ്റ് അല്ല. ഓക്കെ. അപ്പൊ സെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഈ സെറ്റിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ 2 രീതിയിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ഈ റോസ്റ്റർ ഫോമും, അടുത്തത് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമുമാണ്. ഓക്കെ. സോ വാട്ട് ഈസ് റോസ്റ്റർ ഫോം? നമുക്ക് അറിയുന്നത് തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. ഓൾ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്, സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ കേളി ബ്രാക്കറ്റ്സ്. അതായത് ഒരു കേളി ബ്രാക്കറ്റ് വരക്കും, അതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ആയിട്ട് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സെറ്റ് ബിൽഡർ ഫോം എന്താണ്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ആർ റെപ്രസെന്റഡ് ഇൻ സ്റ്റേറ്റ്മെന്റ്സ് എക്സ്പ്രസിംഗ് റിലേഷൻ എമംഗ് എലമെന്റ്സ്. അതായത് ഇവിടെ എലമെന്റ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. ഓക്കെ. ആൻഡ് എക്സ്പ്രസിംഗ് റിലേഷൻ എമംഗ് എലമെന്റ്സ്, അതായത് ഈ എലമെന്റ്സ് തമ്മിലുള്ള പ്രോപ്പർട്ടീസിനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ. ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു റോസ്റ്റർ ഫോം ആണ്. അതായത് 1, 2, 3 അപ് ടു 99. ഓക്കെ. ഇനി അതിന്റെ കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാം? ഇത് നമ്മൾ വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 100. ഓക്കെ. അതായത് 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ. അപ് ടു 99 ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതി? നമ്മൾ ലെസ് ദാൻ 100 എന്ന് എഴുതി. ഓക്കെ. അപ്പൊ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ നിന്ന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോം ആയിട്ട് എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 100. ഓക്കെ. അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം, ഇതാണ് റോസ്റ്റർ ഫോം. ഓക്കെ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. AEIOU. ഇതെന്താണ് സത്യത്തിൽ? ഇതൊരു ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു റോസ്റ്റർ ഫോം ആണ്. ഓക്കെ. ഇനി ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയായിരിക്കും? അതെന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അല്ലെ? വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ സെറ്റ് അല്ലേ നമുക്ക് AEIOU എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം ആണ്. ഓക്കെ. എന്താണ് വെൻ ഡയഗ്രാം? വെൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്.
അതിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൽ വരാവുന്ന എല്ലാ എലമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ എല്ലാം ഉണ്ടാവും. ഓക്കെ, അതിന് നമ്മൾ യു എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എന്ത് ഫോമുല ഇത് തന്നിരിക്കുന്നത്? ഇതൊരു സെറ്റ് ബിൽഡർ ഫോമുല ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്തൊക്കെയാണ്? എ ഇ ഐ ഒ യു അല്ലെ? അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് വരക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റിൽ ഉള്ള എലമെന്റ്സ് എന്തായിരിക്കും? എ ഇ ഐ ഒ യു. ഓക്കെ, ഇതാണ് സെറ്റ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാ ആൽഫബറ്റും അല്ലേ? അതായത് 26 ആൽഫബറ്റ്, എ ബി സി ഡി അപ് ടു സെഡ്, അതാണ് യൂണിവേഴ്സൽ. അതിലെ ഒരു സെറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വെൻ ഡയഗ്രാം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് കാർഡിനാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ. എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5, അതായത് 5 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു 5 എന്ന് പറയാം. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, ഇങ്ങനെ കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു 5. ഈ റെപ്രസെന്റേഷൻ നമുക്ക് പിന്നീടും ആവശ്യം വരും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ആണ്. ഓക്കെ, ഒരു സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എവരി എലമെന്റ് ഓഫ് എ ഈസ് എൻ എലമെന്റ് ഓഫ് ബി. അതായത് എയിലുള്ള എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടാവണം. ബിയിൽ ചിലപ്പോൾ കുറച്ച് അധികം എലമെന്റ്സ് ഉണ്ടാവും. പക്ഷെ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവരി എലമെന്റ് ഇൻ എ, എയിലുള്ള എല്ലാ എലമെന്റും എന്തിലുണ്ട്? ബിയിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എ ഈക്വൽ ടു 1 2, ബി ഈക്വൽ ടു 1 2 3 4. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ് അല്ലെ? എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. ഇതൊരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. സോ നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? എയിലുള്ള എലമെന്റ്സ് എന്താണ്? 1 2. ഇത് ബിയിലുള്ള എലമെന്റ്സ് എന്താണ്? 1 2 3 4. അപ്പൊ എയിലുള്ള എല്ലാ എലമെന്റ്സും എന്തിലുണ്ട്? ബിയിലുണ്ട്. സോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ഇനി സബ്സെറ്റിനെ നമുക്ക് വെൻ ഡയഗ്രത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ നമ്മൾ ആദ്യം ഒരു യൂണിവേഴ്സൽ സെറ്റ് വരച്ചു. ആ യൂണിവേഴ്സൽ സെറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എ ഈസ് സബ്സെറ്റ് ഓഫ് ബി എന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ബി എന്ന് പറയുന്ന സെറ്റ് വരച്ചു. ഇനി അടുത്തത് എ വരച്ചു. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ബിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4, അതെല്ലാം ബിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൽ തന്നെ എയിൽ വരുന്ന ഏതൊക്കെയാണ്? ഈ 1ഉം 2ഉം. അപ്പൊ ഈ എയിൽ വരുന്നത് ബിന്റെ അണ്ടറിലാണ്. സോ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കാർഡിനാലിറ്റി, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു 2 ആണ്. സോ അതുപോലെ കാർഡിനാലിറ്റി ഓഫ് ബി അപ്പൊ എന്തായിരിക്കും? ബി വിൽ ബി 4 അല്ലെ? കാർഡിനാലിറ്റി ഓഫ് ബി ഈക്വൽ ടു 4. ഓക്കെ, ഇനി സബ്സെറ്റിൽ തന്നെ 2-3 ടൈപ്പ് സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോപ്പർ സബ്സെറ്റ് എന്താന്നുള്ളതാണ്. വെൻ എ സെറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ബട്ട് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഓക്കെ, അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ അതൊരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. അതായത് എ നോട്ട് ഈക്വൽ ടു ബി, അതായത് സബ്സെറ്റ് ആണ് ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിൽ അതെന്താണ്? അത് നമുക്കൊരു പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതാണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ 1 2 എന്ന് പറയുന്ന എക്സാമ്പിൾ എന്തായിരുന്നു? അതൊരു പ്രോപ്പർ സബ്സെറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സെറ്റ് എയും സെറ്റ് ബിയും ഈക്വൽ ആണെങ്കിൽ അതിനെ ഈക്വൽ സെറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സബ്സെറ്റിന്റെ ടേംസിൽ എങ്ങനെ എഴുതാം? എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. അതായത് ഇപ്പോ 1 2 ആണ് എ എന്ന് വിചാരിക്കുക, ബി ഇപ്പോ 2 1 ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും സെയിം ആണ്, വിച്ച് ഈസ് സെയിം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, അതായത് ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. ഈ രണ്ട് രീതിയിലും നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പവർ സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്.
എന്ന് പറയുന്നതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അതിനെ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത് തന്നെ എടുക്കുക, 1 2 എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ സബ്സെറ്റിന്റെയും സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന്, 5 എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്സെറ്റ് ആയിരിക്കും, അതായത് നൾ സെറ്റ് എപ്പോഴും ഒരു സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ ഓൾ എലമെന്റ്സ്, അതായത് സെറ്റ് മൊത്തത്തിൽ ഒരു സബ്സെറ്റ് ആയിരിക്കും. 1 2 ഈസ് ഓൾവേസ് എ സബ്സെറ്റ്, അതായത് സെറ്റ് എ മൊത്തത്തിൽ ഒരു സബ്സെറ്റ് ആയിരിക്കും. അല്ലാതെ സബ്സെറ്റ് ഏതൊക്കെയാണുള്ളത്? സബ്സെറ്റ് ഉള്ളത് ഒന്ന് 1 ഉണ്ട്, അടുത്തത് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ സബ്സെറ്റിന്റെയും സെറ്റിനെ നമ്മൾ എഴുതി. അതാണ് എന്ത് പറയുന്നത്? ഒരു പവർ സെറ്റ് എന്ന് പറയുന്നത്. അതാണ് പി ഓഫ് എ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പി ഓഫ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4. ഓക്കെ, എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എയിൽ 1 2. അപ്പൊ ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ഓഫ് എ എന്ന് പറയുന്നത് 2n ആണ്. വേർ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് രണ്ട് സെറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ക്രോസ് ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പെയർഡ് എ കോമ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. അതായത് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ ഒരു എലമെന്റും ബിയിലെ എലമെന്റും പെയർ ആയിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെ എല്ലാ എലമെന്റ്സ് എഴുതുമ്പോൾ നമുക്ക് അതിനെ എ ക്രോസ് ബി എന്ന് പറയാം. അപ്പൊ ഇവിടെ എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എ ബിയും ബി എന്ന് പറഞ്ഞാൽ 1 2 3. അപ്പൊ നമ്മൾ എ ക്രോസ് ബി കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ A1 നെക്സ്റ്റ് A2, ഓക്കെ, A3, A4, similarly B1, B2, B3, B4. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എ ക്രോസ് ബി. ഇനി ബി ക്രോസ് എ എന്തായിരിക്കും? ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് എലമെന്റ് ബിയിലതായിരിക്കും, അതായത് 1 A 1 B, സിമിലർലി 2 A, അങ്ങനെ അപ് ടു 4 B. ഇതാണ് ബി ക്രോസ് എ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം എന്ത് വ്യക്തമായി? എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഓക്കെ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമുക്ക് ഒരിക്കലും ഈക്വൽ ആക്കാൻ പറ്റില്ല. അതായത് എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഇനി സപ്പോസ് എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിലേക്കാണ് അടുത്ത് പോകുന്നത്. ഫസ്റ്റ് യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ യൂണിയൻ ബി ഈസ് ദ സെറ്റ് ഓഫ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ എലമെന്റ്സ് ദാറ്റ് ബിലോങ് ടു ഐദർ എ ഓർ ബി ഓർ ബോത്ത്. അതായത് A union B is defined as set of all x such that x belongs to A or x belongs to B. അതായത് എയിലോ ബിയിലോ ഉള്ള എലമെന്റ്സ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ യൂണിയൻ ബി കിട്ടും. ഓക്കെ, അത് നമുക്ക് വെൻ ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇത് യൂണിവേഴ്സൽ സെറ്റ്, അടുത്ത നമ്മൾ സെറ്റ് എ എടുത്തു, അടുത്തത് സെറ്റ് ബി എടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് എന്ത് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എ യൂണിയൻ ബിയിലെ ഒരു എലമെന്റ്, ഇതിലിപ്പോ ഒരു എലമെന്റ് ആണ് എക്സ്. എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ഐദർ എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതായത് എ യൂണിയൻ ബിയിലെ ഒരു എലമെന്റ് ആണ് എക്സ് എങ്കിൽ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആയിരിക്കും. ഇതിനെ തന്നെ ഈ എ യൂണിയൻ ബിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഓക്കെ, ഇപ്പൊ എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അപ്പൊ ഇതാണ് ഈ ഷെയ്ഡഡ് ഏരിയ ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ എലമെന്റ്സ് ദാറ്റ് ബിലോങ് ടു ബോത്ത് എ ആൻഡ് ബി. അതായത് എയിലും ബിയിലും ഉള്ള എലമെന്റ്സ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഈസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. നേരത്തെ ഓവർ ആയിരുന്നു, ഇവിടെ ആൻഡ് ആണ്. അപ്പൊ അതിന് നമുക്ക് വെൻ ഡയഗ്രം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇത് യൂണിയൻ എ ബി ഇന്റർസെക്ഷൻ എന്ന് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മളെ വീഡിയോ ക്വാളിറ്റി വളരെ നന്നായതുകൊണ്ട് തന്നെ പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് എ മൈനസ് ബി, അതായത് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്യുക. അതായത് എ മൈനസ് ബി ഈസ് ദ സെറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ദാറ്റ് ബിലോങ് ടു എ ബട്ട് നോട്ട് ഇൻ ബി. ഓക്കെ, അതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ് ടു ബി. ഓക്കെ, എയിലുണ്ട് ബിയിലില്ല. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ എയും ബിയും കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ ആണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇത് ഈ സർക്കിള് മൊത്തത്തിൽ എന്താണ്? എ ആണ്. അതിന്ന് ബി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി അങ്ങ് മൈനസ് ചെയ്യുക. ബി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടുന്നതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ്. അതെന്താ നോക്കാം. സിമ്മട്രിക് ഡിഫറൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എ പ്ലസ് ബി ഈസ് ദ സെറ്റ് കണ്ടെയ്നിങ് ദോസ് എലമെന്റ്സ് ഇൻ ഐദർ എ ഓർ ബി ബട്ട് നോട്ട് ഇൻ ബോത്ത് എ ആൻഡ് ബി. നേരത്തെ എ യൂണിയൻ ബി ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എ യൂണിയൻ ബി സെറ്റ് കണ്ടെയ്നിങ് ദോസ് എലമെന്റ്സ് ഇൻ ഐദർ എ ഓർ ബി ഓർ ബോത്ത് എ ഇൻ ബി, എ ആൻഡ് ബി എന്നുള്ളതായിരുന്നു. ഇവിടെ നോട്ട് ഇൻ ബോത്ത് എ ആൻഡ് ബി, അതായത് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഇവിടെ നമ്മൾ തീരെ കൺസിഡർ ചെയ്യില്ല. സോ കോമൺ അല്ലാത്ത ടേംസ് മാത്രം എടുത്ത് എഴുതുന്നതാണ് എ സിമ്മട്രിക് ഡിഫറൻസ് ഓഫ് ബി എന്ന് പറയുന്നത്. അതായത് എ സിമ്മട്രിക് ഡിഫറൻസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി. അതായത് എ ഇന്റർസെക്ഷൻ ബിയിൽ ഒരു എലമെന്റും വരാൻ പാടില്ല, അതായത് കോമൺ ആയിട്ട് ഒരു എലമെന്റും വരാൻ പാടില്ല, ഐദർ എ ഓർ ബി, നോട്ട് ബോത്ത്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുന്നു, യു വരയ്ക്കുന്നു, എ ബി വരയ്ക്കുന്നു. അപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്മട്രിക് ഡിഫറൻസ് എന്ന് പറയുന്നത് അതായത് എയിലുള്ള എലമെന്റ് ഉണ്ട്, ബിയിലുള്ള എലമെന്റ് ഉണ്ട്, ബട്ട് നോട്ട് ഇൻ ബോത്ത് എ ആൻഡ് ബി, അതായത് എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റ്സ് ഇല്ല. അപ്പൊ ഇതാണ് സിമ്മട്രിക് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. അതായത് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ യൂണിവേഴ്സൽ സെറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻ ഗിവൺ സെറ്റ്. ഓക്കെ, അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എലമെന്റ് ഇൻ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് നോട്ട് ഇൻ എ, അതായത് എക്സ് നോട്ട് എൻ എലമെന്റ് ഓഫ് എ. അപ്പൊ അതിനെ നമുക്ക് വെൻ ഡയഗ്രാം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് യൂണിവേഴ്സൽ സെറ്റ്, അതാണ് ഷെയ്ഡഡ് മൊത്തം ഏരിയ. അതിന്ന് എ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ആണ്, അതായത് എ എന്ന് പറയുന്ന എലമെന്റ്സ് സെറ്റിലുള്ള എലമെന്റ്സ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ എയിലില്ലാത്ത ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും, അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 ആണെന്ന് വിചാരിക്കാം. യൂണിവേഴ്സൽ സെറ്റ് 1 2 3 4 ആണെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു 1 2 3 4 ആണ്. സപ്പോസ് ആണ് നമ്മളെ എ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 2 3 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് എ കോംപ്ലിമെന്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജനറലൈസ്ഡ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് 3 സെറ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ എ യൂണിയൻ ബി യൂണിയൻ സി, ഇവിടെ 3 സെറ്റ് വരുമ്പോൾ ഈ 3ന്റെയും ഷെയ്ഡഡ് ഏരിയ കോമ്പിനേഷൻ ആണ് നമുക്ക് എ യൂണിയൻ ബി യൂണിയൻ സി വരുന്നത്. ഓക്കെ, ഇതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇനി സിമിലർലി എ യൂണിയൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഈ 3നും കോമൺ വരുന്ന ഈ പോർഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള എങ്ങനെയാണ് യൂണിയനും ഇന്റർസെക്ഷനും എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് സെറ്റ് ഐഡന്റിറ്റീസ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഐഡന്റിറ്റീസ് ആണ്. ഞാൻ ഇത് ഓരോന്നായിട്ട് പറയാം.
ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ, അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ, അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഓക്കെ, അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അടുത്ത അസോസിയേറ്റഡ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതായത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാന്നുള്ളത്. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി എന്നുള്ളതിനെ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് എഴുതാം. സിമിലർലി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിനെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് എഴുതാം. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നെക്സ്റ്റ് ഡിമോർഗൻസ് ലോ, അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യു ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതായത് ഇവിടെ യൂണിയൻ ഉള്ളത് ഇന്റർസെക്ഷൻ ആവും, ഹോൾ കോംപ്ലിമെന്റ് ഉള്ളത് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് ആവും. സിമിലർലി ഇന്റർസെക്ഷൻ ഉള്ളത് ഇവിടെ യൂണിയൻ ആവും. ഓക്കെ, ഇതാണ് ഒരു 4 ഐഡന്റിറ്റീസ്. ഇനി നെക്സ്റ്റ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഡോമിനേഷൻ ലോസ്. ഇതൊക്കെ നമുക്ക് ഇൻഡ്യൂറ്റീവ് ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് എ യൂണിയൻ യു എന്ന് പറയുന്നത് യു ആയിരിക്കും. ഓക്കെ, എ ഓർ ബി എലമെന്റിലുള്ളത് യൂണിയനിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എ യൂണിയൻ യു എന്ന് പറയുന്നത് യു ആയിരിക്കും. അതുപോലെ എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നൾ സെറ്റ്, അതായത് നൾ സെറ്റിനും എനും കോമൺ ആയിട്ട് വേറെ ഒന്നുമില്ല, നൾ സെറ്റ് തന്നെ ഉള്ളൂ. അതാണ് ഡോമിനേഷൻ ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ആയിരിക്കും. അതുപോലെ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നതും എ ആയിരിക്കും. ഓക്കെ, ഹിയർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതിനെ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് എഴുതിക്കൂടെ? എ യൂണിയൻ ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എ യൂണിയൻ എ എന്ന് പറയുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ എ യൂണിയൻ ബി. ഓക്കെ, അപ്പോൾ എ യൂണിയൻ ബിക്കും എക്കും കോമൺ ആയിട്ട് എന്തായിരിക്കും ഉണ്ടാവുക? അത് എ ആയിരിക്കും. അതാണ് നമുക്ക് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എ കിട്ടിയത്. സോ സിമിലർലി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. എ ഇന്റർസെക്ഷൻ ബി എ എന്ന് പറയുന്നത് എ തന്നെ. അപ്പോൾ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി വരും. അവിടെ അതന്നെ വരും, എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബിയും എയും കൂടി കൂട്ടി കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് കിട്ടുക? നമുക്ക് എ തന്നെയാണ് കിട്ടുക. സോ അതാണ് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ യു ഈക്വൽ ടു എ. ഇത് നമുക്ക് ഇൻഡ്യൂറ്റീവ്ലി അറിയാൻ പറ്റും. എ ഇന്റർസെക്ഷൻ യു എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അതുപോലെ എ യൂണിയൻ നൾ സെറ്റ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അതാണ് ഐഡന്റിറ്റി ലോ എന്ന് പറയുന്നത്. അടുത്തത് ഐഡം പൊട്ടന്റ് ലോ എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ ആണ്. അതുപോലെ എ യൂണിയൻ എ എന്ന് പറഞ്ഞാലും എ ആണ്. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലിമെന്റ് ലോ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു ആണ്. അതുപോലെ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു നൾ സെറ്റ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് സെറ്റ് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു 2-3 എക്സാമ്പിൾ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഈ ടോപ്പിക് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് പവർ സെറ്റ് ഓഫ് എ ബി സി ആൾസോ ഫൈൻഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ ബി സി. അപ്പോൾ ലെറ്റ്സ് എ എന്ന് പറഞ്ഞാൽ എ ബി സി ആണെന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഫസ്റ്റ് നൾ സെറ്റ് ഈസ് ആൾവേസ് എ സബ്സെറ്റ്. അടുത്തത് ഈ കംപ്ലീറ്റ് സെറ്റും എപ്പോഴും ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇനി ഇതല്ലാത്ത ടേംസ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡിവിജ്വൽ ടേംസ് എ ബി സി. ഓക്കെ, ഇത്രയും ടേംസ് വന്നു. ഇനിയുള്ള ടേംസ് ഏതൊക്കെയാണ്? ഒന്ന് പെയർ കോമ്പിനേഷൻസ്, അതായത് ഒന്ന് എ കോമ ബി, നെക്സ്റ്റ് എ കോമ സി, നെക്സ്റ്റ് ബി കോമ സി. ഓക്കെ,
അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര എലമെന്റ്സ് ആയി? 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സെറ്റ്. ഇത് പവർ സെറ്റ് ആണ്. നമുക്ക് എങ്ങനെ ഓർപ്പിക്കാം? ഇതിലെ പവർ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇപ്പൊ നമുക്ക് കിട്ടിയത് 8 ആണ്. ഇവിടെ നമുക്ക് 1 2 3 3 എലമെന്റ്സ് ആണ്. അതായത് 2⁻³ എന്ന് പറയുന്നത് 8 ആണ്. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് 8 കിട്ടിയോണ്ട് ഇപ്പൊ നമ്മൾ എഴുതിയത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചത് എന്താണ്? ഫൈൻഡ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ സബ്സെറ്റ്, ലെറ്റ്സ് ബി എന്ന് പറയുന്നതാണ് സബ്സെറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ബി സബ്സെറ്റ് ഓഫ് എ പ്രോപ്പർ ആണെങ്കിൽ എന്താണ്? ബി നോട്ട് ഈക്വൽ ടു എ. ബി നോട്ട് ഈക്വൽ ടു എ ആവുന്ന സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ്, ഓക്കെ, പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 1 5, ഓക്കെ, ദെൻ എ ബി സി, ദെൻ എ ബി ബി സി എ സി. ഓക്കെ, ഇത്രയും എലമെന്റ്സ് എന്താണ്? പ്രോപ്പർ സബ്സെറ്റിന്റെ സെറ്റാണ് ഇപ്പൊ ഞാൻ എഴുതിയത്. അതായത് ഇതെല്ലാം പ്രോപ്പർ സബ്സെറ്റ് ആണ്. നേരെ മറിച്ച് ഇത് പ്രോപ്പർ സബ്സെറ്റ് അല്ല. ഇതെന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു എ ആണ്. അതായത് ഈ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ അതൊരു പ്രോപ്പർ സബ്സെറ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ലിസ്റ്റ് ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 2 3 4 ആണ്. ബി എന്ന് പറയുന്നത് 4 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എയിലെ ഫസ്റ്റ് എലിമെന്റ് 2, 4, ഓക്കെ, 2, 5, then 3, 4, 3, 5, then 4, 4, then 4, 5. ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. സിമിലർലി ബി ക്രോസ് എ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് എലിമെന്റ് ബിയിലെ 4, 4 2, 4 3, 4 4, then 5 2, 5 3, 5 4. ഓക്കെ, അപ്പോൾ ഇതാണ് എ ക്രോസ് ബി. അടുത്തത് ബി ക്രോസ് എ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ ഈക്വൽ ടു 1 2 3 4 5, ബി ഈക്വൽ ടു w x y z. ഹൗ മെനി എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി വേർ പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് ദ പവർ സെറ്റ് ഓഫ്, ഓക്കെ, അത് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ നമുക്ക് എയും ബിയും ഉണ്ട്. ഹൗ മെനി എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്താണ്? ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു, ഇതിനൊരു ഫോർമുല ഉണ്ട്. അതായത് എയിൽ m നമ്പർ ഓഫ് എലമെന്റ്സും ബിയിൽ n നമ്പർ ഓഫ് എലമെന്റ്സും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ നമുക്ക് mn എലമെന്റ്സ് ഉണ്ടാവും. mn എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അതൊരു ഫോർമുലയാണ്. അതായത് എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ mn ആയിരിക്കും. എ എമ്മും ബി എന്നും ആണെങ്കിൽ mn ആയിരിക്കും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. ഇനി പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഒരു പവർ സെറ്റ് ഓഫ് എന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2n, വേർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആയിരുന്നു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. അപ്പൊ എ ക്രോസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? ഇവിടെ mn ആണ്. സോ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് അപ്പോൾ 2mn ആയിരിക്കും. ഓക്കെ, അപ്പൊ 2mn ആണ് നമ്മുടെ ആൻസർ. ഇവിടെ m എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് എ എന്ന് പറയുന്ന സെറ്റിൽ 5 എലമെന്റ്സ്,
ബി എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റ്സ്. സോ 2⁻20 ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര എലമെന്റ്സ് ഉണ്ടാവും പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആൻസർ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കുന്നത് പ്രൂവ് ദ ഡിമോർഗൻസ് ലോ, അതായത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി, എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വിച്ച് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇതായിരുന്നു അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമിലർ വേ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബിനെ സിമിലർ ആയിട്ട് നമുക്ക് എഴുതാം എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. ഇതെന്ന് പറയുന്നത് ഇന്റർസെക്ഷന്റെ തന്നെ ഡെഫിനിഷനിൽ വരുന്ന ഒരു ഡെഫിനിഷനാണ്. എക്സ് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ ഇതും, എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എക്സ് നോട്ട് എലമെന്റ് ഓഫ് എ ഓർ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ബി. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ആ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എക്സ് സച്ച് ദാറ്റ് എങ്ങനെ എഴുതാം? എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇത് ഫ്രം ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ എന്നാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ഓർ എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ്, ഇങ്ങനെ എഴുതാലോ. അപ്പോൾ ഇതെന്താണ് സത്യത്തിൽ? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെന്റ് ഓർ എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെന്റ് എന്താണ്? എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. അപ്പോൾ ഹിയർ ഇവിടെ എന് പകരം എന്താണ്? എ കോംപ്ലിമെന്റ് ആണ്. ബിക്ക് പകരം എന്താണ്? ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് ഒരു കുറച്ച് സ്റ്റുഡൻസിനെ എടുക്കാം. നമ്മൾ സ്റ്റുഡൻസിനെ എടുത്തിട്ട് കുറച്ച് പേര് ബാസ്കറ്റ് ബോളും കളിക്കും, കുറച്ച് പേര് ഫുട്ബോളും കളിക്കും, അതിൽ തന്നെ കുറച്ച് പേര് രണ്ടും കളിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ഐദർ എനി വൺ ഓഫ് ദ സ്പോർട്സ്, അതായത് ബാസ്കറ്റ് ബോളോ ഫുട്ബോളോ ഏതെങ്കിലും ഒന്ന് കളിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ഫുട്ബോളും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ബാസ്കറ്റ് ബോളും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ബട്ട് വി നീഡ് ടു എക്സ്ക്ലൂഡ് സംതിങ്, അതായത് കോമൺ ആയിട്ട്, അതായത് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന കുട്ടികളുണ്ടാവും, അത് കോമൺ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണമാണ്. അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആക്ച്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഐദർ പ്ലേയിങ് അറ്റ്ലീസ്റ്റ് വൺ സ്പോർട്ട്, അതായത് ഒരു സ്പോർട്ടെങ്കിലും കളിക്കുന്ന ആളെ കിട്ടാൻ നമുക്ക് ആ കമ്പൈൻഡ് ആയിട്ടുള്ളത് റിമൂവ് ചെയ്താലേ പറ്റുള്ളൂ. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു കൗണ്ടിങ് ടെക്നിക്കാണ്. ഓക്കെ, കൗണ്ടിങ് ടെക്നിക്കാണ്. അതായത് അത് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്പർ ഓഫ് കൗണ്ടിങ് ഓർ കമ്പ്യൂട്ടിങ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സെവറൽ പ്രോപ്പർട്ടീസ്, അതായത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സെവറൽ പ്രോപ്പർട്ടീസ് എൻഷുറിംഗ് ദാറ്റ് elements satisfying more than one property are not counted multiple times. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരാള് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കുന്നു, ഒരാള് ബാസ്കറ്റ് ബോൾ കളിക്കുന്നു, അത് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ വേറെ സ്റ്റുഡന്റ് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നു. സോ വി നീഡ് ടു കൗണ്ട് ഐദർ ഹി ഇൻ ഫുട്ബോൾ ഓർ ഇൻ ബാസ്കറ്റ് ബോൾ, അതായത് രണ്ടിലും കൂടി കൂട്ടാൻ പാടില്ല. രണ്ടിലും കൂട്ടിയാൽ കൗണ്ടിങ് തെറ്റും. അതായത് മോർ ദാൻ വൺ പ്രോപ്പർട്ടി, ഇവിടെ മോർ ദാൻ വൺ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റിന്റെ കേസിൽ ബാസ്കറ്റ് ബോളും കളിക്കും ഫുട്ബോളും കളിക്കും, അതായത് രണ്ടെണ്ണം
കളിക്കും. അപ്പൊ മോർ ദാൻ വൺ പ്രോപ്പർട്ടി ഉണ്ട്. അത് എന്താണ് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സം ചെയ്യാൻ പാടില്ല. സോ ഞാൻ ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ വായിക്കാം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ഈസ് എ കൗണ്ടിങ് ടെക്നിക്, ഓക്കെ, യൂസ് ടു കമ്പ്യൂട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സെവറൽ പ്രോപ്പർട്ടീസ്. അതായത് ഒരു പ്രോപ്പർട്ടിയെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എൻഷുറിങ് ദാറ്റ് എലമെന്റ് സാറ്റിസ്ഫൈങ് മോർ ദാൻ വൺ പ്രോപ്പർട്ടി, അതായത് ഫുട്ബോളും ബാസ്കറ്റ് ബോളും, അതായത് മോർ ദാൻ വൺ രണ്ടും കൂടി ഉള്ളത് എന്താണ്, ആർ നോട്ട് കൗണ്ടഡ് മൾട്ടിപ്പിൾ ടൈംസ്, അതായത് മൾട്ടിപ്പിൾ ടൈംസ് സം ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയുമ്പോൾ കാർഡിനാലിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി, അതായത് ഇവിടെ എ യൂണിയൻ ബി ആണ് വരിക. കാരണം എന്താണ്, ഐദർ ഇൻ എ ഓർ ബി, നോട്ട്, അതായത് ഐദർ ഇൻ എ ഓർ ബി എന്ന് പറയുന്നതാണ് എ യൂണിയൻ ബി. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒന്നുകിൽ എയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബിയുടെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ അതെങ്ങനെയാണ്, നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ ഇതിപ്പോ എയും ബിയും ആണെങ്കിൽ ഇത് എ ബി. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഞാൻ ആഡ് ചെയ്തു, അപ്പൊ അത് എത്ര വരും, അത് 3 എലമെന്റ്സ് വരും. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആഡ് ചെയ്യുമ്പോൾ എത്ര എലമെന്റ്സ് വരും, 3 എലമെന്റ്സ് വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു പോർഷൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ 2 ടൈം ആഡ് ആയി. സോ 1 ടൈം അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആക്ച്വൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി കിട്ടുള്ളൂ. അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് നമ്പർ കിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എ യൂണിയൻ ബിന്റെ സമ്മ് കാണാൻ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി മൈനസ് ബോത്ത് എ ആൻഡ് ബി, രണ്ടിലുള്ള എലമെന്റ്സ് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എക്സാക്ട്ലി എ യൂണിയൻ ബിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടുക. സോ സിമിലർലി എ യൂണിയൻ ബി യൂണിയൻ സി 3 എലമെന്റ്സ് വരുമ്പോൾ എങ്ങനെയാണ്, ഫസ്റ്റ് ഇൻഡിവിജ്വൽ സെറ്റ്സിന്റെ എണ്ണം നമ്മൾ കൂട്ടുന്നു, ദെൻ മൈനസ് എ ഇന്റർസെക്ഷൻ ബി, ദെൻ മൈനസ് എ ഇന്റർസെക്ഷൻ സി, ദെൻ ബി ഇന്റർസെക്ഷൻ സി, അങ്ങനെ കുറയ്ക്കുന്നു, ദെൻ ആഡിങ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇങ്ങനെയാണ് നമുക്ക് 3 സെറ്റ് വരുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് സാറ്റിസ്ഫൈയിങ് അറ്റ്ലീസ്റ്റ് 1 പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് എ യൂണിയൻ ബി യൂണിയൻ സിന്റെ നമ്പർ എന്ന് പറയുന്നതിന്റെ ഫോർമുല ഇതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ആ ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ് നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, എ പ്ലസ് ബി പ്ലസ് സി ഇൻക്ലൂഡ് ചെയ്തു, ഇത്രയും എലമെന്റ്സ് എന്ത് ചെയ്തു, എക്സ്ക്ലൂഡ് ചെയ്തു, പിന്നെയും ഇൻക്ലൂഡ് ചെയ്തു. സോ ഈ ഒരു ഫോർമാറ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ആ ജനറലൈസ്ഡ് ഇക്വേഷൻ പോവുക. അപ്പൊ ഇതാണ് ആ ജനറലൈസ്ഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ 3 അല്ല n ആണ്. അതാണ് ഈ n റെപ്രസെന്റ് ചെയ്തത്, അതായത് A1 A2 അപ് ടു AN. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യൂണിയൻ ഓഫ് A1 A2 A3 അപ് ടു AN, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ എലമെന്റ്സ് എല്ലാം സം ചെയ്യണം. അതായത് സം ഓഫ്, ഇവിടെ സം ഓഫ് എലമെന്റ്സ് ഫ്രം 1 to n എന്ന് പറയുമ്പോൾ എന്താണ്, A1ലുള്ള എലമെന്റ് A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് അപ് ടു AN. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഇത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, A1 ഇന്റർസെക്ഷൻ A2, A1 ഇന്റർസെക്ഷൻ A3, അതുപോലെ A2 ഇന്റർസെക്ഷൻ A3. അതായത് പെയർ വൈസ് ആയിട്ടുള്ള എലമെന്റ്സിനെല്ലാം ഇന്റർസെക്ഷൻസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ സമ്മേഷൻ എഴുതി നോക്കുക, സമ്മേഷൻ I ലെസ് ദാൻ j വേർ I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് I ലെസ് ദാൻ j എന്ന് പറഞ്ഞാൽ എന്താണ്, I ഈക്വൽ ടു j എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരാൻ പാടില്ല, I ഈക്വൽ ടു j വരാൻ പാടില്ല. അതായത് A1 ഇന്റർസെക്ഷൻ A1 അങ്ങനെ ഒരു എക്സ്ക്ലൂഷൻ ഇല്ല. A1 ഇന്റർസെക്ഷൻ A2, A1 A3, A2 A3, A2 A4, അതായത് ഐയും ജെയും ഒരിക്കലും ഈക്വൽ ആകാൻ പാടില്ല. ഓക്കെ, അതാണ്. അപ്പൊ 2 എലമെന്റ്സിന്റെ പെയർ വൈസ് ആയിട്ടുള്ളതിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. ഇനി പ്ലസ് അടുത്തത് എന്താണ്, 3 എലമെന്റ്സിന്റെ എടുക്കുന്നു. 3 എലമെന്റ്സിന്റെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആഡ് ആണ് ചെയ്യുന്നത്. സോ AI ഇന്റർസെക്ഷൻ AJ ഇന്റർസെക്ഷൻ AK, അത് I ലെസ് ദാൻ J ലെസ് ദാൻ K അപ് ടു N നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഇത് ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തു. ഇനി അടുത്ത ടേം എന്തായിരിക്കും, എക്സ്ക്ലൂഷൻ ആയിരിക്കും. അങ്ങനെ എല്ലാം ചെയ്ത് ചെയ്ത് പ്ലസ് ഏറ്റവും ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എല്ലാ എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ, അതായത് A1 ഇന്റർസെക്ഷൻ A2 ഇന്റർസെക്ഷൻ അപ് ടു ഇന്റർസെക്ഷൻ AN എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ടേം. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും, അതിന്റെ കോഎഫിഷ്യന്റ് ഐദർ
ഇൻക്ലൂഷൻ ആണെങ്കിൽ പ്ലസ് ആവാം, എക്സ്ക്ലൂഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആവാം. അതെന്ന് പറയുന്നത് -1⁻n+1 ആണ്. ഓക്കെ, അപ്പം ഇതാണ് ജനറലൈസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്, എത്ര സെറ്റ്സിന്റെ ആണ് യൂണിയൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ n എത്രയാണ്, n=2 ആണ്. കാരണം എന്താണ്, രണ്ട് സെറ്റ് എയും ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ -1/2+1 -1/3 എന്ന് പറഞ്ഞാൽ മൈനസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് വന്നില്ലേ, അതായത് എല്ലാ ടേമിന്റെ ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ നെഗറ്റീവ് വന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ n എന്താണ്, n=3 ആണ്. കാരണം എ ബി സി 3 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ഇതിലെ ലാസ്റ്റ് ടേം എന്താണ്, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, ഇതാണ് ഏറ്റവും ലാസ്റ്റ് ടേം. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, -1/3+1 എന്താണ്, 4 ആണ്. -1/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് വന്നത്. സോ ഈ ജനറലൈസ്ഡ് ഇക്വേഷൻ വെച്ചിട്ട് അപ്പൊ നമുക്ക് അങ്ങനെ എത്ര സെറ്റിന്റെ വേണമെങ്കിലും യൂണിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പർട്ടിയെങ്കിലും ഫോളോ ചെയ്യുന്ന എല്ലാ എലിമെന്റ്സിന്റെയും എണ്ണം കാണാം. അപ്പൊ മോർ ദാൻ വൺ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുള്ള ജനറലൈസ്ഡ് ഫോർമുലയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഒരു രണ്ട് എക്സാമ്പിൾ പ്രോബ്ലംസിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഹൗ മെനി പോസിറ്റീവ് ഇന്റീജേഴ്സ് നോട്ട് എക്സീഡിങ് 1000 ആർ ഡിവിസിബിൾ ബൈ 7 or 11. അതായത് 7 കൊണ്ടും 11 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ഇന്റീജേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ, അപ് ടു 1000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിവിസിബിൾ ബൈ 7. ഓക്കെ, അതാണ് ഫസ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിവിസിബിൾ ബൈ 11 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, അറ്റ്ലീസ്റ്റ് ഐദർ ഡിവിസിബിൾ ബൈ 7 or 11 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഐദർ A1 or A2. അതായത് A1 യൂണിയൻ A2ന്റെ നമ്പേഴ്സ് ആണ്, കാർഡിനാലിറ്റി ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A1 പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A2 മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A1 ഇന്റർസെക്ഷൻ A2. ഓക്കെ, അപ്പൊ ഇതില് നമ്പർ ഓഫ് എലമെന്റ്സ് A1 എന്ന് പറയുന്നത് എന്താണ്, ഡിവിസിബിൾ ബൈ 7. എത്ര നമ്പേഴ്സ് ഉണ്ടാവും, അപ് ടു 1000. നമുക്ക് 1000 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ പോരെ. അത്രയും നമ്പേഴ്സ് എന്തുണ്ടാവും, 7 ഡിവിസിബിൾ ആയിട്ട് 1000 ഉണ്ടാവില്ലേ. അപ്പൊ അതെന്ന് പറയുന്നത് എത്ര വരും, നമുക്ക് ഇവിടെ 1 4 then 20 then 2 point something. ഓക്കെ, സോ വി നീഡ് ടു ടേക്ക് ഹോൾ നമ്പർ. സോ നമുക്ക് എന്ത് കിട്ടും, കാർഡിനാലിറ്റി ഓഫ് A1 എന്ന് പറയുന്നത് 142 കിട്ടും. ഓക്കെ, നമുക്കൊരു ഫ്രാക്ഷൻ നമ്മളവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ദെൻ കാർഡിനാലിറ്റി ഓഫ് A2 എന്ന് പറയുന്നത് എത്ര കിട്ടും, നമുക്ക് 1000 ഡിവൈഡഡ് ബൈ 11. 1000 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 100-ല് 9. ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പോൾ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് A2 വിൽ ബി 1000 ഡിവൈഡഡ് ബൈ 11 9 10 0 പോയിന്റ് സംതിങ്. സോ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് 90 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, കാർഡിനാലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2. അതെന്ന് പറയുന്നത് എത്രയായിരിക്കും, അതായത് ഡിവിസിബിൾ ബൈ 7 ആൻഡ് 11 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ കാണണം, 1000 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11. അതെന്ന് പറഞ്ഞാൽ 1000 ഡിവൈഡഡ് ബൈ 77 എന്ന് പറയുന്നത് it will be 1 then 230 by 77. 230 by 77 is 2. Okay, 2.
അപ്പോൾ ഇറ്റ് വിൽ ബി 12. സോ നമുക്ക് ഫൈനലായിട്ട് കാർഡിനാലിറ്റി ഓഫ് A1 യൂണിയൻ A2 എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 142 പ്ലസ് 90 മൈനസ് 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 220. ഓക്കെ, അപ്പൊ 220 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ 220 എന്ന് പറയുന്നത് എന്താണ്? 220 നമ്പേഴ്സ്, അതായത് 220 നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ ഐദർ 7 ഓർ 11 ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ ആൻസർ. 220 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് 1000 that are either the square or cube of an integer. അതായത് ഇവിടെ നമുക്ക് A1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ ഓഫ് an integer less than 1000, less than or equal to 1000. ഓക്കെ, A2 എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് ഓഫ് an integer less than or equal to 1000. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നോട്ട് എക്സീഡിങ് 1000 ദാറ്റ് ആർ ഐദർ സ്ക്വയർ ഓർ ക്യൂബ് ഓഫ് എൻ ഇൻറ്റീജർ, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് A1 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? A1ന്റെ കാർഡിനാലിറ്റി എങ്ങനെ എഴുതാം? വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1000 റേസ് ടു 1/2. എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻറ്റിജർ A1 എന്ന് പറയുന്ന സെറ്റിലെ ഇൻറ്റിജർ എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻറ്റിജറിന്റെ സ്ക്വയർ ആണ്. ആ സ്ക്വയർ വിൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1000. അതായത് സ്ക്വയറിന്റെ വാല്യൂ 1000 എക്സീഡ് ചെയ്യരുത്. അപ്പോൾ 1000ന്റെ റൂട്ട് എത്രയാണ്? അതിലും കൂടാൻ ഒരിക്കലും പാടില്ല ആ ഇൻറ്റിജർ എന്ന് പറയുന്നത്, ആ നമ്പർ ഓഫ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. സോ 1000 റൂട്ട് 2 എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ വിച്ച് വിൽ ബി 31 പോയിന്റ് സംതിങ്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? 31 ആയിട്ട് എടുക്കുന്നു, ഹോൾ നമ്പർ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, 31 ആയിട്ട് എടുക്കുന്നു. ദെൻ കാർഡിനാലിറ്റി ഓഫ് A2 വിൽ ബി 1000 റേസ് ടു 1/3. 1/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി 10 ആണ്. അതുപോലെ തന്നെ കാർഡിനാലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് സ്ക്വയറും ക്യൂബും ആയിരിക്കണം ആ നമ്പർ. അതായത് സ്ക്വയർ ആൻഡ് ക്യൂബ് ഓഫ് എൻ ഇൻറ്റിജർ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്നായിരിക്കും A1ഉം A2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 റേസ് ടു 1/3 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1/6 ആണ്. ഓക്കെ, വിച്ച് ഈസ് അറൌണ്ട് 2 പോയിന്റ് സംതിങ്. അപ്പൊ നമ്മളിവിടെ 2 എന്ന് എടുക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ്? കാർഡിനാലിറ്റി ഓഫ് A1 യൂണിയൻ A2 വിച്ച് ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2 മൈനസ് A1 ഇന്റർസെക്ഷൻ A2. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31 പ്ലസ് 10 മൈനസ് 2. അപ്പൊ എത്ര കിട്ടി? 31 പ്ലസ് ഇവിടെ നമുക്ക് കിട്ടുക 10 raised to second. ജസ്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യാണ്. 10 raised to 1/2 is 31. That's okay. Then 10 raised to 1/3 10. 10 raised to 1/6 is 3.1 something. Okay, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ 3 ആണ് വരിക. ഓക്കെ, 10 raised to 1/6 എന്ന് പറയുന്നത് 3 പോയിന്റ് സംതിങ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഹോൾ നമ്പർ ആയിട്ടുള്ള 3 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ -3 വരും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 41 - 3 38. ഓക്കെ, അപ്പൊ 38 ആണ് ഇതിന്റെ ആൻസർ. അതായത് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ദാറ്റ് നോട്ട് എക്സീഡിങ് 1000 ദാറ്റ് ആർ ഐദർ സ്ക്വയർ ഓർ ക്യൂബ് ഓഫ് എൻ ഇൻറ്റിജർ. അപ്പൊ അവിടെ നമ്മൾ A1 എന്താ അടുത്ത്? സ്ക്വയർ ഓഫ് എൻ ഇൻറ്റിജർ ലെസ് ദാൻ 1000 ആയിരിക്കണം. അടുത്ത് ക്യൂബ് ഓഫ് എൻ ഇൻറ്റിജർ ലെസ് ദാൻ 1000 ആയിരിക്കണം. അപ്പൊ നമ്മൾ A1 കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1000 raised to 1/2.
31. അപ്പോൾ മാക്സിമം 31 നമ്പേഴ്സ് വരെ എന്ത് പറ്റുള്ളൂ, സ്ക്വയേഴ്സ് എടുത്താലേ 1000 വരും. അതിലും 31ന്റെ അപ്പുറത്ത് ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. അതുപോലെ ക്യൂബിന്റെ നോക്കുമ്പോൾ 10ന്റെ അപ്പുറം ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഇത് സാറ്റിസ്ഫൈ ആവില്ല. അപ്പോൾ അപ് ടു 10. ഇനി ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുന്നതാണ് ഈ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയറും ക്യൂബും ആണെന്ന് പറയുമ്പോൾ 1/3 × 1/2 1/6, അപ്പോൾ 3. അപ്പൊ ഇതിലും വലിയൊരു നമ്പർ ആകുമ്പോൾ അതിന്റെ സ്ക്വയറും ക്യൂബും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് 1000ലും മേലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കാർഡിനാലിറ്റി ഓഫ് A1 യൂണിയൻ A2 എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് കിട്ടും, 38 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഫൈൻഡ് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് 1000 ദാറ്റ് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 317 or 35. നേരത്തെ തന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഡിവിസിബിൾ ബൈ 317 35 ആയിരുന്നു. ഇവിടെ നോട്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടീച്ചിങ്ങിൽ നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ആക്കണോ സ്ലോ ആക്കണോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ തരിക. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുക. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ എം ലുക്കിംഗ് ഫോർ യുവർ കമന്റ്സ് ആൻഡ് ഓൾ. ഓക്കെ ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ് ടു ദ വീഡിയോ. മാക്സിമം നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ, ബൈ.